ഹായ് ഫ്രണ്ട്സ്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസിൻ്റെ IPO അതിപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓളമുണ്ട്. അത് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. IPO അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ ഒരു റിവഞ്ച് മൈൻഡ് സെറ്റിലൂടെ ആ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്റ്റോക്ക് സെപ്റ്റംബർ 16 ലിസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ IPO പ്രൈസ് 70 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ക്ലോസ് ചെയ്ത് 164.99 എന്ന പ്രൈസിലാണ്. അതായത് 135% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് ഈ സ്റ്റോക്ക് നേടിയത്. ഇന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്ത് 181 എന്ന റേഞ്ചിലാണ്. ഇപ്പോൾ സ്റ്റോക്കിന്റെ PE ഇപ്പോൾ വല്ലാതെ ഉയരുകയും അത് 78 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉയർന്ന വാല്യുവേഷനിൽ സ്റ്റോക്ക് പോയിരിക്കുകയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 7.52 എന്നുള്ള ഹൈലി ഓവർ വാല്യൂഡ് ആയതിൻ്റെ സൂചനകളാണത് നൽകുന്നത്. ഇവരുടെ പാരന്റ് കമ്പനികളായിട്ടുള്ള ബജാജ് ഫിൻസർവും ബജാജ് ഫൈനാൻസിൻ്റെയും PUമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അവരെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് ഈ സ്റ്റോക്ക് മുന്നേറുകയാണ്. പകരം ബജാജ് ഫിൻസർവിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 4.89 ആണ്. സ്റ്റോക്കിൻ്റെ PE 35.4% ഉള്ളൂ. അതുപോലെ ബജാജ് ഫൈനാൻസിൻ്റെ സ്റ്റോക്ക് PE 30.6 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.97 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് അവരുടെ പാരന്റ് സ്റ്റോക്കുകളെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ സ്വാഭാവികമായിട്ടും അത്തരം മൈൻഡ് സെറ്റിൽ ഈ സ്റ്റോക്കിൽ പ്രവേശിക്കുന്നവർ തീർച്ചയായും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് 2 ലോട്ട് കിട്ടിയവരാണെങ്കിൽ 1 ലോട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. പക്ഷേ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിലാണ് ഇത് വാങ്ങുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ IPO കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങുന്നത് അത്ര നല്ലൊരു സ്ട്രാറ്റജി അല്ല. എന്നാൽ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പിന്നീട് വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിലെ പ്രത്യേകിച്ച് 2007 ശേഷമുള്ള ഒരു ചരിത്രം IPOകളുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ടോപ്പ് 10 IPOകളെ കുറിച്ച് നമ്മൾക്ക് വെറുതെ കൗതുകത്തിന് വേണ്ടി ഒന്ന് പഠിച്ചു നോക്കാം. കാരണം അത് അന്ന് നേടിയ ലിസ്റ്റിംഗ് ഗെയിൻ അപാരമായ ലിസ്റ്റിംഗ് ഗെയിനായിരുന്നു. ഈ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനേക്കാൾ ഭേദപ്പെട്ട ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിട്ടുള്ള 10 അത്തരം സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിൻ്റെ IPOയുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ അത് ചിലപ്പോൾ സഹായിച്ചേക്കാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകളിലേക്ക് പോവാം. R4iയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2007 ശേഷമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള IPOകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിട്ടുള്ള ഒരു IPO എന്ന് പറയുന്നത് സിഗാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ്. ആ കമ്പനി ലിസ്റ്റ് ചെയ്തത് നവംബർ 15, 2021 2 വർഷമായിട്ടേ ഉള്ളൂ. ഇതിൻ്റെ IPO പ്രൈസ് അവർ 163 രൂപയായിരുന്നു. ആ ലിസ്റ്റിംഗ് ഡേ ഈ പ്രൈസ് ക്ലോസിംഗ് വന്നത് 603 രൂപയിലാണ്. അതായത് ലിസ്റ്റിംഗ് ഡേ ഗെയിൻ എന്ന് പറയുന്നത് 270% ഗെയിനാണ് നേടിയത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് 55 രൂപയുടെ ആ ഒരു റേഞ്ചിലാണ് കാണാൻ കഴിയുക. ഓഫ്കോഴ്സ് ഈ സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. 1:10 എന്നുള്ള രീതിയിലുള്ള സ്പ്ലിറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവാം, അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ടാവാം. പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് ലിസ്റ്റിംഗ് ഡേക്ക് ശേഷം ആരെങ്കിലും ഈ സ്റ്റോക്ക് വാങ്ങിച്ചിരുന്നതെങ്കിൽ അവർ ഇന്ന് നഷ്ടത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ കാണിക്കുന്നത് ഏകദേശം -1.38% നഷ്ടത്തിലായിരിക്കും അവരിപ്പോൾ ആ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സിഗാച്ചി ഇൻഡസ്ട്രി എന്ന് പറയുന്ന 2007 ശേഷം വന്ന ഏറ്റവും വലിയ IPO, ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയ IPO, അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഏറ്റവും അധികം ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയിട്ടുള്ള വിബോർ സ്റ്റീൽ ട്യൂബ്സ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് 2024 ഫെബ്രുവരി 20 അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. IPO പ്രൈസ് 151 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ക്ലോസ് ചെയ്ത് 442 രൂപയിലാണ്. അതായത് 192% വമ്പിച്ച നേട്ടമാണ് ആ സ്റ്റോക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 261 രൂപയാണ്. അതായത് ലിസ്റ്റിംഗ് ഡേക്ക് ശേഷം ഈ സ്റ്റോക്ക് വാങ്ങിയവർക്ക് സംബന്ധിച്ചിടത്തോളം ഏകദേശം -31% നഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നർത്ഥം. അപ്പോൾ ഈ സ്റ്റോക്കും വമ്പിച്ച ഒരു പരാജയമായിട്ടാണ്. IPO നേട്ടം ഉണ്ടാക്കിയിട്ട് പോലും പിന്നീട് ആ നേട്ടം നിലനിർത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഏറ്റവും വലിയ IPO നേട്ടം ഉണ്ടാക്കിയ സ്റ്റോക്കായിരുന്നു പരസ് ഡിഫൻസ് എന്ന് പറയുന്ന ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്ക്. ഇത് 2021 ഒക്ടോബർ 1 ലിസ്റ്റ് ചെയ്തത്.
അതിന് IPO പ്രൈസ് 175 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തത് 498 രൂപയ്ക്കാണ്. അതായത് 185% ഗെയിനാണ് ഈ സ്റ്റോക്ക് നേടിയത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1139 എന്ന പ്രൈസിലാണ്. ഈ സ്റ്റോക്ക് ഇതുവരെ നൽകിയിട്ടുള്ള റിട്ടേൺ, ലിസ്റ്റിങ്ങിന് ശേഷം നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 131% ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 2 സ്റ്റോക്കുകളെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നഷ്ടം നൽകിയിട്ടില്ല, മറിച്ച് നല്ല ലാഭമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിസ്റ്റിംഗ് ഡേയിൽ 155% ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയിട്ടുള്ള ഈ കമ്പനിക്ക് അതിനുശേഷം നടന്ന 3 വർഷത്തിൽ നേടിയിട്ടുള്ളത് 131% ആണ്. അതായത് ലിസ്റ്റിംഗ് ഡേ ഗെയിൻ്റെ അത്ര പിന്നീട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല 3 വർഷമായിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതും നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അടുത്ത ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്നത് റെലിഗെയർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കായിരുന്നു. ഇത് 2007 നവംബർ 21 സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. അതിൻ്റെ IPO പ്രൈസ് 185 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ അത് ക്ലോസ് ചെയ്ത് 521 രൂപയിലാണ്. അതായത് ഏകദേശം 182% ലിസ്റ്റിംഗ് ഡേ ഗെയിനാണ് ഈ സ്റ്റോക്ക് നേടിയത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 285.75 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. അതായത് ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്ക് റിട്ടേൺ എന്ന് പറയുന്നത് -44% ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് നഷ്ടം വരുത്തി വെച്ച മറ്റൊരു സ്റ്റോക്കാണ് റെലിഗെയർ എൻ്റർപ്രൈസസ്. അതായത് നീണ്ട 17 വർഷം ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് നഷ്ടത്തിലായിരിക്കുമെന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ലിസ്റ്റിംഗ് ഗെയിൻ നേടിയുള്ള സ്റ്റോക്ക് വിശാൽ റീറ്റെയിൽ ലിമിറ്റഡ് ആണ്. ഇത് 2007 ജൂലൈ 4 സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ IPO പ്രൈസ് 270 രൂപ എന്ന റേഞ്ചിലായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ഇത് ക്ലോസ് ചെയ്തത് 752 രൂപയ്ക്കാണ്. അതായത് 178% ഒരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ഈ സ്റ്റോക്ക് നേടിയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1156 രൂപയാണ്. അതായത് 51% ഒരു നേട്ടം ഈ സ്റ്റോക്കിലുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2007 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് നീണ്ട 17 വർഷം കഴിഞ്ഞിട്ടാണ് 51% റിട്ടേൺ ഈ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. അതുതന്നെ നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷമാണ് ഈ സ്റ്റോക്കിൽ ഒരു റാലി നടന്നത്. അതായത് ലാസ്റ്റ് ഇയർ മാത്രമാണ് 600% ഒരു റാലി ഈ സ്റ്റോക്കിൽ നടന്നത്. അതിനു മുമ്പേ ഈ സ്റ്റോക്ക് വമ്പിച്ച നഷ്ടത്തിലായിരുന്നു. അതായത് അപ്പോൾ ആ 17ാമത്തെ വർഷത്തിലാണ് ഈ പറയുന്ന നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെ ആലോചിച്ച് നോക്കുക, 2007 ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം വെൽത്ത് ഡിസ്ട്രോയിങ് ആയിട്ടുള്ള ഒരു IPO ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത വമ്പിച്ച ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള IPO എന്ന് പറയുന്നത് BLS സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന IPO ആയിരുന്നു. ഇത് ഈ വർഷം 2024 ഫെബ്രുവരി 6 അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഉണ്ടായത്. അന്നത്തെ അതിൻ്റെ IPO പ്രൈസ് 135 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 370 എന്നുള്ള പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. അതായത് 174% ലിസ്റ്റിംഗ് ഡേ ഗെയിനാണ് നേടിയത്. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 250 രൂപയിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് -27% ആണ്. മറ്റൊന്ന് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെയും ബമ്പർ IPO ആയിരുന്നു. IPO പ്രൈസ് 500 രൂപയായിരുന്നു. 1314 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റിംഗ് ഡേ ഗെയിൻ എന്ന് പറയുന്നത് 162% ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1081 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. അതായത് -11% ഒരു ഡൗണിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള BLS സർവീസസും അതുപോലെ ഈ ടാറ്റ ടെക്നോളജി പോലെയുള്ള സ്റ്റോക്കുകളും ഇപ്പോഴത്തെ IT സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഡൗൺ ട്രെൻഡിൻ്റെ സമയത്താണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഭാവിയിൽ IT സ്റ്റോക്കുകൾ ഉണ്ടാകുന്ന ആ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയേക്കാം. അപ്പോൾ നമുക്കത് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. പക്ഷേ അറ്റ് കറണ്ട് ലെവലിൽ ഈ IPOകളും നഷ്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഐശ്വര്യ ടെലികോം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് വമ്പിച്ച IPO നേട്ടം ഉണ്ടാക്കിയ ഒരു സ്റ്റോക്ക്. ഇത് 2008 മെയ് 7 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. IPO പ്രൈസ് അന്ന് 35 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ക്ലോസ് ചെയ്ത് 90 രൂപയിലാണ്. അപ്പോൾ ആ ലിസ്റ്റിംഗ് ഡേയിലുള്ള ഇവരുടെ ഗെയിൻ എന്ന് പറയുന്നത് 159%. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 25.9 എന്നുള്ള പ്രൈസിലാണ്. അതായത് -39% നഷ്ടത്തിലാണ് ഈ സ്റ്റോക്കുള്ളത്. ആലോചിച്ച് നോക്കുക, 2008 ഒരു IPO ആണ്. നീണ്ട 16 വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് -39% എന്ന നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് ഡിസ്ട്രോയ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് മനസ്സിലാക്കി. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഐശ്വര്യ ടെലികോം എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയില്ല. ടെലോജിക്ക ലിമിറ്റഡ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്തതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. മറ്റൊരു സ്റ്റോക്ക് ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയത് നിതിൻ ഫയർ പ്രൊട്ടക്ഷൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ലിസ്റ്റിംഗ് നടന്നത് 2007 ജൂൺ 5 അന്നത്തെ അതിൻ്റെ IPO പ്രൈസ് 190 എന്നുള്ള IPO പ്രൈസിലാണ് ഈ സ്റ്റോക്ക് വന്നത്. ലിസ്റ്റിംഗ് ഡേ ഇത് ക്ലോസ് ചെയ്ത് 484 എന്നുള്ള പ്രൈസിലാണ്.
ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ഈ സ്റ്റോക്ക് ഉണ്ടാക്കിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 154% ഒരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ആണ് ഈ സ്റ്റോക്ക് നേടിയത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. 1.85 എന്നാണ് ഇതിൻ്റെ പ്രൈസ്. ₹1 എന്നുള്ള പെന്നി സ്റ്റോക്ക് നിലവാരത്തിലേക്ക് ഈ സ്റ്റോക്ക് പോയിരിക്കുകയാണ്. ആക്ച്വലി 2018 ഈ സ്റ്റോക്ക് ബാങ്ക്രപ്റ്റ് അല്ലെങ്കിൽ ഇൻസോൾവൻസിക്ക് വേണ്ടി ഫയൽ ചെയ്ത ഒരു സ്റ്റോക്കാണ്. അതായത് ഈ സ്റ്റോക്ക് അൺലിസ്റ്റ് ചെയ്യാനുള്ള, കാരണം ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല. ഈ സ്റ്റോക്ക് തന്നെ മാർക്കറ്റിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം നിരാശപ്പെടുത്തിയ ഒരു IPO ആയിരുന്നു. പക്ഷേ ടോപ്പ് 10 IPOയിൽ ഒന്നായിരുന്നു ഇത്. ഇനി ഏറ്റവും അവസാനത്തെ IPO എന്ന് പറയുന്നത് ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ IPO ആയിരുന്നു. ഇത് 2021 നവംബർ 23 ഇതിൻ്റെ IPO. അന്നത്തെ IPO പ്രൈസ് ₹197 ലിസ്റ്റിംഗ് ഡേയിൽ ഇത് ക്ലോസ് ചെയ്ത് 488 എന്നുള്ള പ്രൈസിലായിരുന്നു. ലിസ്റ്റിംഗ് ഡേ ഗെയിൻ എന്ന് പറയുന്നത് 148% ഗെയിനാണ് ഈ സ്റ്റോക്ക് നേടിയത്. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ₹490. അതായത് -29.76% നഷ്ടമാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെയും IPO വൻ പരാജയമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സ്റ്റോക്ക് കുറച്ചുകൂടി ഈ ടെക്നോളജി രംഗത്തുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഈ ടാറ്റ ടെക്നോളജിയൊക്കെ പോലെയുള്ള അത്തരം ഡൈവേഴ്സിഫൈഡ് IT സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ഇത് തിരിച്ച് കയറിക്കൂടായികയില്ല, നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വമ്പിച്ച IPOകളുമായി വന്ന പല സ്റ്റോക്കുകളുടെയും അവസ്ഥ. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ ഒരു സ്റ്റോക്കാണ് ബമ്പർ IPOയുമായി വന്നിട്ട് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് അത്യാവശ്യം എന്തെങ്കിലും ലാഭം നൽകിയിട്ടുള്ളത് പരസ് ഡിഫൻസ് എന്ന് പറയുന്ന ഡിഫൻസ് സ്റ്റോക്ക് മാത്രമാണ്. അപ്പോൾ ബജാജ് IPOയുടെ ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ഒരു 135 നമ്മളിവിടെ പരാമർശിച്ച ഈ ഒരു 10 IPOകളുടെ ലിസ്റ്റിംഗ് ഗെയിൻ അതിനു മേലെയാണ്. 150 മുകളിലാണ്, 150% മുകളിലാണ് ഇതിൻ്റെയൊക്കെ ലിസ്റ്റിംഗ് ഡേ ഗെയിൻ. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.